എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ വീഡിയോ മിസ്സായല്ലേ? ഇന്നലെ 11 മാനിഫെസ്റ്റേഷൻ എല്ലാവരും ചെയ്തോ? വീഡിയോ ഞാൻ വളരെ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. കുറേ പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പോസിറ്റീവായിട്ടിരിക്കുക, മാനിഫെസ്റ്റേഷൻ ഫലിക്കുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. വെരി പവർഫുൾ മാനിഫെസ്റ്റേഷനാണ്. നടക്കട്ടെ, എല്ലാവരുടെയും വിഷ് പൂർത്തിയാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ, അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഒരു പക്ഷേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ആയിരിക്കാം. പണ്ടത്തെ അത്രയും അവരുടെ ഫീലിങ്സ് അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലായിട്ടുണ്ട് ഇഷ്ടമാണെന്ന്, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ അൺഎക്സ്പ്രസ്ഡ് ഫീലിംഗ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. തുടങ്ങാം. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകും. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് എന്താണ് അവർക്കായിട്ട്. അവർ ഇൻ റിലേഷൻ ആവട്ടെ, ടു ബി ഇൻ റിലേഷൻ ആവട്ടെ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ് എന്നൊന്ന് കാണിച്ചു തരാം. ദ മൂൺ, ഇൻസെക്യൂരിറ്റി, ഏസ് ഓഫ് സ്വാർഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 7 of cups, 4 of cups, the sun, ace of cups, page of cups, the fool, knight of swords, lovers, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ്. കണ്ടോ, ഇത്രയും സ്നേഹം മനസ്സിൽ വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്നത്. ദ മൂൺ വെച്ചിട്ട് അവർ വളരെയധികം സാഡാണ്, കാരണം അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി അവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തൂടെ അല്ലേ? ആ പ്രശ്നം അവിടെ തീരുമല്ലോ. അത് ചെയ്യുകയില്ല. ഏസ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് അവർക്ക് വളരെയധികം മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ. അഥവാ നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരെന്തെങ്കിലും കൺഫ്യൂഷനിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് തന്നെ എന്ന് തന്നെ അവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. Knight of Pentacles, clarify Knight of Pentacles, clarify Knight of Pentacles. മജീഷ്യൻ, ഓവർ തിങ്കിങ്ങിൽ കൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർ ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. 24 മണിക്കൂറും നിങ്ങളുടെ ചിന്തകളിൽ തന്നെയാണ്. അവരെ നമുക്ക് കാണുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ പെരുമാറുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഇവർക്ക് സത്യത്തിൽ സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് തോന്നിയതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി ഇവർ പെരുമാറുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. 24 മണിക്കൂറും നിങ്ങളെപ്പറ്റി തന്നെയാണ് അവർക്ക് ചിന്തകൾ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് ബഹുമാനം കലർന്ന സ്നേഹമാണ് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത്. നിങ്ങളുടെ ജോലിയിലൊക്കെ വളരെ നന്നായി ശോഭിക്കുന്ന ഒരാളായിരിക്കണം, കാണാൻ വളരെ നല്ല ഒരാളായിരിക്കണം, എല്ലാവർക്കും പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറായിരിക്കണം നിങ്ങളുടെ. ഇവരും നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് എന്ന് തന്നെ കാണുന്നു കേട്ടോ. 7 ഓഫ് കപ്സ് വെച്ച് ജോലി സംബന്ധമായിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ജോലിയിലിരിക്കുമ്പോഴും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്, ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജി, കണ്ണ് തുറന്ന് വെച്ചുകൊണ്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അങ്ങനെയും ഉള്ളതായിട്ട് കാണുന്നു. 9 ഓഫ് കപ്സ്, അതായത് 7 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്തത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളെ കാണുമ്പോഴൊക്കെ അവർക്ക് തോന്നാറുണ്ട് നിങ്ങളെപ്പോലൊരു ലൈഫ് പാർട്ട്ണർ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ കേട്ടോ. അതായത് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. 4 ഓഫ് കപ്സ് വെച്ച് വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട് നിങ്ങളെ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ
കാണണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാറുണ്ട്. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുള്ളപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചമുള്ളത് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. തൊട്ട് താഴെ ലവേഴ്സും വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. അവരെപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ കാണാതിരിക്കുമ്പോൾ, സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കണം, നിങ്ങളോട് സംസാരിക്കണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. പക്ഷെ സ്വയം ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, പക്ഷേ എക്സ്പ്രസ് ചെയ്തു പോകുമോ എന്നുള്ള ഭയം കാരണം ഇവർ ഒരു പക്ഷേ ഇൻ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു. അതായത് നിങ്ങൾ എന്ത് അപ്ഡേറ്റ്സ് ഇടുന്നു, എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നതെന്നെല്ലാം അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇത് ഫുള്ള് വെച്ചിട്ട് ചില സമയത്ത് ഇവർക്ക് തോന്നും ഈ റിലേഷൻഷിപ്പിൽ മുന്നിട്ടിറങ്ങിയാൽ അതൊരു വലിയ റിസ്ക് ആവില്ലേ എന്ന്. ചില സമയത്ത് തോന്നും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയാലോ എന്ന്. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചിലർ ലോങ് ഡിസ്റ്റൻസിലായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങൾ വന്ന് വേണം നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ചിലർ ഒരു തീരുമാനമെടുത്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യണം, കാരണം അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് എന്ന് വിചാരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എല്ലാ ഇമോഷൻസും ഉണ്ട് അവർക്ക്. സ്നേഹമുണ്ട്, വിരഹമുണ്ട്, സങ്കടമുണ്ട്, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുമുണ്ട്. കുറച്ച് കപ്സ് കൂടി തരുമോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ്. പലർക്കും ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ മടിച്ച് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്താൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉടനെ തരാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കേണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മടിച്ച് നിൽക്കുന്നതായിരിക്കാം. അതും ഒരു റീസൺ ആയിരിക്കാം കേട്ടോ. ദ സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു താരമാണ് എന്ന് തന്നെ അവർ കരുതുന്നു. നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള വെളിച്ചം. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ ഉയർന്ന സ്ഥാനത്താണ് ഇവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൻസ്, നിങ്ങളുമായിട്ട് ഒരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും ഒരു ഉറച്ച തീരുമാനത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തണമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. പലർക്കും ഒരു എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, എന്ത് തന്നെ സിറ്റുവേഷൻ, എന്ത് തന്നെ തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും അതെല്ലാം മാറി വരുന്ന ഒരു സമയം ഉണ്ടാവും എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. തടസ്സങ്ങൾ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കും എന്നിവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടോ എക്സ്പ്രസ് ചെയ്യാൻ മടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. ടു ഓഫ് കപ്സ്, നിങ്ങളെ കാണണം, സംസാരിക്കണം, ഒരു റീയൂണിയൻ വേണം. റീയൂണിയൻ അല്ലെങ്കിൽ ഒരു തമ്മിൽ കണ്ട് സംസാരിക്കലെങ്കിലും വേണം എന്നിവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമായിട്ട് അവിടെ കാണുന്നു കേട്ടോ. ഇവർക്ക് യാത്ര ചെയ്തൊക്കെ വേണം നിങ്ങളെ വന്ന് കാണാൻ. അത് അവർക്കൊരു ബോധറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊന്ന് ജഗിൾ ചെയ്ത് നിൽക്കുന്നത്. എക്സ്പ്രസ് ചെയ്താൽ അത് പ്രശ്നമാകും, കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതൊരു ഇഷ്യൂ ആകുമോ എന്നിവർ ഭയക്കുന്നുണ്ട് കേട്ടോ. 5 ഓഫ് വാൻസ്, അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു തടസ്സം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത് കേട്ടോ. 2-3 കാർഡ് ഇവിടെ എടുത്തിട്ട് നിർത്താം. ഓക്കെ, സം മോർ കാർഡ്സ് ടു റൈറ്റ്, സം മോർ കാർഡ്സ്. കിങ് ഓഫ് വാൻസ്, നിങ്ങളെ പ്രതി ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. ലവിനോടൊപ്പം തന്നെ അട്രാക്ഷനും അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണം എന്നും ഇവർ ചിന്തിക്കുന്നതായിട്ട് തന്നെ കാണുന്നു. ലാസ്റ്റ് കാർഡ്, കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെ പറ്റി ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ പ്രോബ്ലം എന്താണ്? അവർ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിക്കാർ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു സ്ലോയിങ് ഡൗൺ വരുന്നത് കേട്ടോ. മാനസികമായിട്ട് ഇവർ
ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്നേഹം ഇവർ ഫീൽ ചെയ്യുന്നുമുണ്ട്. പക്ഷേ പല പല സാഹചര്യങ്ങളിൽ പെട്ട് അവരവരുടെ സ്നേഹം മനസ്സിൽ തന്നെ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് നിങ്ങളോട് ഉള്ളത് കേട്ടോ. ഇത് നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ തുറന്ന് പറയാത്തവരായിരിക്കാം കേട്ടോ. ഏത് തന്നെ ആയാലും സിറ്റുവേഷൻ ഏതാണോ അത് പ്രകാരം എടുക്കുക. ഓക്കെ, എന്ത് തന്നെ ആയാലും ഡിവൈനിനെ ഉറച്ച് വിശ്വസിക്കുക. എല്ലാം തന്നെ നല്ല രീതിയിൽ മാറി വരും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ 11/11 മാനിഫെസ്റ്റേഷൻ ചെയ്തവരെ ഒരു പോസിറ്റീവ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു റീഡിങ് കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. ഓക്കെ, ഒരു പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അതുവരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.